നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 4-ാം തീയതി 1200-ാം ആണ്ട് കന്നിമാസം 18-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്, ശുക്രവാരം. ശുക്രനൊരു പ്രത്യേകതയുള്ളത് അസുര ഗുരുവാണ് ശുക്രാചാര്യർ. പെട്ടെന്ന് എല്ലാം കൊടുക്കുന്ന ആളും കൂടിയാണ് ശുക്രൻ. അതുകൊണ്ടാണ് നമ്മൾ തമാശയ്ക്കെങ്കിലും പറയും, അവനിപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യവും അവർ അനുഭവിക്കുന്ന കണ്ടിട്ട് മറ്റുള്ളവർ അസൂയയോടുകൂടി പറയുന്ന ഒന്നാണ് അവനിപ്പോൾ ശുക്രദശ എന്ന്. കാരണം അത്രയ്ക്ക് അൺലിമിറ്റായിട്ട് എല്ലാം തരുന്ന ആളാണ് ശുക്രൻ. അപ്പോൾ ഇന്ന് ശുക്രൻ്റെ ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. മാത്രമല്ല, നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാർഷിക ഫലത്തെ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതായത് ഒരു വർഷം നമുക്ക് എങ്ങനെയായിരിക്കും, അതായത് ഈ കന്നിമാസത്തിലെ ചിത്തിര നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് എന്നറിയുക, എല്ലാ രീതിയിലും. കാരണം എന്തൊക്കെ സമയദോഷം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശുക്രഭഗവാന്റെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. മറ്റ് ശുഭകാര്യങ്ങൾക്ക് വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്രനെ കൂടി ഒന്ന് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. നമുക്ക് ലഭിക്കേണ്ടത് തടസ്സമില്ലാതെ യഥാസമയത്ത് ലഭിക്കാൻ. ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശുക്രൻ്റെ ദേവത ദുർഗയാണ്, പാർവതീ ദേവിയാണ്. അപ്പോൾ ദുർഗാക്ഷേത്രത്തിൽ ദേവീ രൂപത്തിലുള്ള ദേവതകളെ ആരാധിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവയൊക്കെ നടത്തിപ്പോണം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തടസ്സമുള്ളതും കൂടി മാറിക്കിട്ടും. ഇന്നും നമുക്ക് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ, നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു, ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കിയിട്ട് തന്നെ പോകണം. നമുക്ക് പ്രകൃതിയിൽ 12 മണിക്കൂർ നേരം പകലുള്ളതിൽ ശരിക്ക് 3 മണിക്കൂർ നേരം ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. യാത്രയ്ക്ക് മാത്രമേ രാവുകാലത്തെ നോക്കേണ്ടതുള്ളൂ. രാവുകാല സമയം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാവുകാല സമയം വരുന്നത് 10:44 തൊട്ട് തുടങ്ങിയുള്ളൂ. 12 മണി 13 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുക. അതേപോലെ നമുക്കിന്ന് ഒന്നിനും പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 7:46 തൊട്ട് 9:15 വരെയും, 7:46 തൊട്ട് 9:15 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 3:11 തൊട്ട് 4:41 വരെയും. ഈ സമയം നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ബാക്കി ഇത്രയും സമയമുണ്ട്. ഈ സമയത്ത് തന്നെ ശുഭകാര്യങ്ങളിൽ കൊണ്ട് കൈവയ്ക്കാതിരിക്കുക. എന്നാൽ ഇന്നത്തെ ദിവസം ഏറ്റവും ശോഭനമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ശുഭദിവസം അഭിജിത്ത് മുഹൂർത്തം കൂടി വരിക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശേഷ ഫലത്തെ തരും. ഇന്നത്തെ ദിവസം അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:49 തൊട്ട് ആരംഭിക്കും. 12:37 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ റെഡ് മിക്സായിട്ടുള്ള കളറോ റെഡുമായിട്ട് ബന്ധപ്പെട്ട കളറോ വസ്ത്രധാരണത്തിൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ചുവപ്പ് മിക്സായിട്ടുള്ള കളറായാലും മതി. അത് നമ്മളിലേക്ക് ദേവിയുടെ ചൈതന്യം കൂടാനും നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള
റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. പ്രകൃതി ശക്തിയാണ് നമുക്ക് ഓരോ ദിവസം ഇറങ്ങുന്നത് നല്ലത് തരണോ ചീത്ത തരണോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലം തരേണ്ടത് കർമ്മം ചെയ്യുക മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കർമ്മഫലം തരുന്നത് പ്രകൃതിയാണ്, ആ പ്രപഞ്ച ശക്തിയാണ് തരുന്നത്. അപ്പോൾ അതിന് അനുകൂലമായിട്ട്, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നമ്മൾ നിൽക്കാതെ പ്രകൃതിക്ക് അനുകൂലമായിട്ട് നിന്നാൽ മതി, നമുക്കെല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.